എല്ലാവർക്കും കാണും സ്വന്തം പേഴ്സിനെ പറ്റി ഒരു കഥ പറയാൻ. എൻ്റെ പേഴ്സിനുണ്ടൊരു കഥ. എൻ്റെ ജീവിതത്തിൽ നടന്നൊരു കഥയാണ്. എൻ്റെ പേഴ്സ് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. അപ്പം ആ അറിയാവുന്നവർക്ക് അറിയാത്തവർക്കും വേണ്ടി ഞാനതിൻ്റെ കഥ പറയാണ്. ശരിക്കും 2014 എനിക്ക് ഈ പേഴ്സ് കിട്ടുന്നത്. ഇപ്പോൾ 2014 വേറൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ദുബായിലേക്ക് ഫ്ലൈറ്റ് കയറിയ വർഷവും 2014. അപ്പം അതും ഇതും എല്ലാം തമ്മിലൊരു ലിങ്കുണ്ട്. ഞാനിത് പറയുകയാണെങ്കിൽ ഈ ഒരു കഥയിൽ തന്നെ 2-3 ക്യാരക്ടർ വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യം ഹുണ്ടായിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. ആ സമയത്ത് എനിക്ക് ബാക്കിയുള്ളവർ എല്ലാവരും പോലെ തന്നെ നോർമലായിട്ട് കുറച്ച് സാമ്പത്തിക പ്രശ്നം അങ്ങനെയൊക്കെയുള്ള ആ സമയത്താണ് എനിക്ക് ദുബായിലേക്ക് പോകാനായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ആ ജോലി കിട്ടുന്നത്. അപ്പം നോർമൽ പോകുന്ന സമയത്ത് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കേണ്ടി വരുമായിരുന്നു. അപ്പം ആ ഫ്ലൈറ്റ് ടിക്കറ്റിന് ഫുള്ള് എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. പിന്നെ അവിടെ പോകുന്ന സമയത്ത് ആദ്യത്തെ നമ്മുടെ ചിലവൊക്കെ ഉണ്ടല്ലോ അതെല്ലാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഹുണ്ടായിൽ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ആൾ എനിക്ക് 5000 രൂപ തന്നിട്ട്, എടാ നീ എപ്പോഴെങ്കിലും ഇത് തിരിച്ചു തന്നാൽ മതി, അല്ലെങ്കിൽ നീ അന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായില്ല, നീ ഇത് വലുതായി കഴിയുമ്പോഴത്തേക്കിന് നീ എനിക്ക് ഇത് തിരിച്ചു തന്നാൽ മതി എന്നുള്ള 2014. ഇപ്പോൾ 2020 ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഞാനും ആ ആളും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ ആൾക്ക് പൈസ തിരിച്ച് കൊടുത്തിട്ടില്ല. ഇത്തവണയും നാട്ടിൽ വന്നപ്പോൾ ഞാൻ ആളെ കോണ്ടാക്ട് ചെയ്തു. ഗിഫ്റ്റ് തരാനാണെന്നാണ് ലാസ്റ്റ് ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞത്. ശരിക്കും ആൾക്കാർ ഗിഫ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ വീഡിയോയും കൂടെ, അതായത് പൈസയും ആൾക്കിപ്പോൾ ഒരു കുഞ്ഞായിട്ടുണ്ട്, അപ്പോൾ കുഞ്ഞിനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ വീഡിയോയും കൂടെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ശരിക്കും ആളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യം എനിക്ക് 5000 രൂപ തന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം പിന്നെ ഓക്കെ 5000 രൂപയായി. അന്ന് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തതിന് എനിക്ക് തോന്നുന്നത് 8000 രൂപയായിട്ടുണ്ട്. അപ്പം പിന്നെ പോകുന്നതിൻ്റെ ചിലവ് അങ്ങനെയൊക്കെ കുറച്ചായിട്ടുണ്ട്. അപ്പം രണ്ടാമത്തേന്ന് വെച്ചാൽ ഒരാളും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തു. എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് തന്നിട്ടാണ്. അന്ന് ആ ഗിഫ്റ്റ് പൊതി അഴിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഒരു പേഴ്സായിരുന്നു. അപ്പം ഞാൻ അതുവരെ എൻ്റെ ജീവിതത്തിൽ പേഴ്സ് ഉപയോഗിച്ചിട്ടില്ല. പൈസയൊക്കെ ആണെങ്കിലും പോക്കറ്റിലിട്ടുകൊണ്ട് നിൽക്കുക. പിന്നെ വേറെ കാർഡ്, ATM കാർഡ്, അങ്ങനത്തെ പിന്നെ ക്രെഡിറ്റ് കാർഡൊന്നും ആ സമയത്തൊന്നും ഇല്ല എനിക്ക്. അപ്പം പൈസ പാൻറ്റിൻ്റെ പോക്കറ്റ് അല്ലെങ്കിൽ ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ടോ അങ്ങനെയായിരുന്നു. എനിക്ക് രണ്ടാമത് ആ ആൾ ഗിഫ്റ്റ് തന്നത് ഈ ഒരു പേഴ്സിനകത്ത് 5000 രൂപയും കൂടെ ആയിരുന്നു. അപ്പോൾ ആ പേഴ്സാണ് നിങ്ങൾ ഇപ്പം കണ്ട ഈ പേഴ്സ്. ശരിക്കും ആ 2 പേര് പൈസ തന്നിട്ടും 2 പേര് ഹെൽപ്പ് ചെയ്തിട്ടും എനിക്ക് നല്ലൊരു സഹായമാണ് ഉണ്ടായത് ആ സമയത്ത്. ഇപ്പോഴ് 2014 to 2020 ആ പേഴ്സ് ഞാൻ ഇപ്പോഴും കളഞ്ഞിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് 2 കൊല്ലം മുമ്പ് രണ്ടാമത് പേഴ്സ് തന്ന് എനിക്ക് ഗിഫ്റ്റ് തന്ന അതാരാന്നറിയണ്ടേ? ആളിപ്പോൾ എൻ്റെ കൂടുണ്ട്. ആളാണ് ദീപ. 2017 ആളും ഞാനും കൂടി കല്യാണം കഴിച്ചു. അപ്പം ആദ്യത്തെ എന്നെ ഹെൽപ്പ് ചെയ്ത ആളുടെ പേരാണ് സുകന്യ. ഇപ്പോഴും സുകന്യ ചേച്ചിയെ ഞാൻ വരുന്ന സമയത്ത് സുകന്യ ചേച്ചി കാണാൻ പറ്റുമോ, ഒരു ഗിഫ്റ്റ് ഇപ്പം ലാസ്റ്റ് പറഞ്ഞ പോലെ ഒരു ഗിഫ്റ്റ് തരാനുണ്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഈ പേഴ്സ് കളയാത്തതിന് കാരണം അന്ന് മുതൽ ഇന്ന് വരെ ഉള്ള ഈ ഒരു കഥയുടെ കാരണമാണ്. ആ പേഴ്സ് എനിക്ക് അതുപോലെ തന്നെ വെക്കാനാണ് തോന്നിയത്. ആ പേഴ്സിൻ്റെ കണ്ടീഷനാണേലും ഇപ്പം അങ്ങനെയാണെങ്കിലും അതെനിക്കെന്തോ കളയാൻ തോന്നില്ല. അത് പോരാഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ദുബായിക്ക് ഫ്ലൈറ്റ് കയറിയത് 2014 നവംബർ 29 അന്നത്തെ ബോർഡിംഗ് പാസ് ഇപ്പോഴും ആ പേഴ്സിനകത്തുണ്ട്. മേ ബി അറിയില്ല, ചിലപ്പം ഓരോരുത്തർക്കും ഓരോ ഇത് കാണുമല്ലോ. ചിലർക്ക് തോന്നാൻ മണ്ടത്തരമാണെന്ന്, ചിലർക്ക് ഓരോ മെമ്മറീസായിട്ട് തോന്നും. പക്ഷേ ഇതാണ് എൻ്റെ പേഴ്സ്. ഇനി എല്ലാത്തിനും പുറമേ വേറൊരു കാര്യം കൂടെ. ഈ പേഴ്സിൽ എനിക്ക് വെക്കാനായിട്ട് നിങ്ങൾ തന്ന കുറച്ച് പൈസയുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ കാണുന്ന ഇത്രയും ആൾക്കാർ തന്ന ഒരു ഗിഫ്റ്റുണ്ട്. നിങ്ങൾ കാരണം എൻ്റെ എഫർട്ടിന് എനിക്ക് യൂട്യൂബ് തന്ന പൈസ ആ ഒരു 8000+ രൂപ
അതും കൂടി ഈ മാസം എൻ്റെ പേഴ്സിൽ ഞാൻ വെക്കുന്നു. യെസ്, എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വരുമാനം. അപ്പോൾ ഫ്രണ്ട്സ്, ശരിക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്തതിന്. അപ്പം എന്താ പറയുക, അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.